ഇത് എന്തിനു വലിയ അഗ്ലോണിമയല്ല കാണാൻ തന്നെ. ഇതാണെങ്കിലോ പണ്ട് തൊട്ടിട്ട് ഇവിടെ ഉണ്ടായതാണ്. ഇതെനിക്ക് വേണം എന്ന് കുറെ നാളായി ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് കൊറോണ സമയത്ത് ഈ പ്ലാന്റ്സിന്റെ വീഡിയോ കണ്ടു തുടങ്ങിയപ്പോ എനിക്ക് അഗ്ലോണിമ എന്തായാലും വേണമെന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് കസിന്റെ വീട്ടിൽ നിന്ന് ഇതിന്റെ ഒരു കുഞ്ഞൊരു തണ്ട് കിട്ടിയേ. അപ്പൊ തന്നെ ഞാൻ കൊണ്ടുവന്ന് നട്ട് അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വളമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തേ. അത് കഴിഞ്ഞ് കുറെ പോട്ടുകളിലേക്ക് ഇത് പിന്നെയും പ്ലാന്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു പോട്ടിൽ നട്ടിട്ട് കുറെ നാളായി. പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്തെ എന്റെ കയ്യിലേക്ക് ഒരു തവള ചാടിയിട്ടുണ്ടായി. അതിനപ്പം തന്നെ ഞാൻ പറഞ്ഞു വിട്ടേ. ഈ ഒരു പോട്ടില് നല്ല തിക്കായിട്ട് തന്നെയാണ് ഈ ഒരു അഗ്ലോണിമ പിടിച്ച് കിട്ടിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് റിപ്പോർട്ട് ചെയ്ത് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചേ. അപ്പൊ ഇതൊന്ന് കമഴ്ത്തിയിട്ടിട്ടാണ് ഞാൻ എടുത്തത്. അതാണ് ഇത്രയും പേര് എനിക്ക് കിട്ടിയത് കേട്ടോ. ഇനി അതിനകത്തേക്ക് ഈ അഗ്ലോണിമയുടെ ചെടികളെല്ലാം തണ്ടൊക്കെ മുറിച്ചിട്ട് അത് അങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് വേറെ ചട്ടിയിലേക്കൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിലേക്ക് ഞാൻ മാറ്റിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ വെക്കാൻ ചെയ്തത്. ഇത് തിക്കായിട്ട് നിൽക്കുമ്പോൾ കാണാനായിട്ട് വേറൊരു പ്രത്യേക ഭംഗിയാണ്. അതുകൊണ്ടാണ് ഞാൻ വേറെ ഇതിനകത്തേക്ക് മാറ്റാതിരുന്നത്. ചാണകപ്പൊടിയാണ് ഞാൻ വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നല്ല മണ്ണും കൂടെ അതിന്റെ മീതേക്കോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് കാണാനായിട്ട് നല്ല രീതിയിൽ തന്നെ തിക്കായിട്ട് വരും. അപ്പൊ നല്ല ഭംഗി ഉണ്ടാവുകയെ വളർന്നു കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യണം.